ഹലോ എവരിവൺ, ദിസ് ഇസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം എന്നുള്ളതാണ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇതേപ്പറ്റി ചോദിക്കാറുമുണ്ട്. എങ്ങനെയാണ് ഒരു ഡിസൈനർ ആകുക, എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് എന്നൊക്കെ. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ വളരെ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. Once again, welcome to Agile Design. എന്താണ് ഗ്രാഫിക് ഡിസൈൻ? ഒരു ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ ഇമേജുകളോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ ഗ്രാഫിക്സ് എലമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയോ കമ്പൈൻ ചെയ്തിട്ട് ഒരു വിഷ്വൽ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും പ്രധാനമായിട്ടും ഗ്രാഫിക് ഡിസൈനറുടെ ജോലി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ സംഭവത്തെ, അതായത് ഒരു കാര്യത്തെ അതിനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് പറയാണ് എനിക്കിങ്ങനെ വേണം, അങ്ങനെ വേണം. അപ്പം അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മളിത് ഇത് നമ്മൾ ചെയ്യും. അതായത് ഇത് ആരൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ടെക്സ്റ്റ് സൈസ് അപ്പം അതനുസരിച്ചൊക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് സൈസ് കുറച്ച് വലുതായാൽ മാത്രമേ അവർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ആ പോസ്റ്റർ കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം എന്തിനുള്ള പോസ്റ്ററാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവണം. അപ്പം അതായത് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ബ്രോഷറോ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല പോസ്റ്റർ അല്ലെങ്കിൽ നല്ല ഡിസൈൻ എന്ന് നമ്മൾ പറയും. ഒരിക്കലും ലുക്ക് നോക്കിയിട്ടല്ല ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ പോസ്റ്ററോ ബ്രോഷറോ അല്ലെങ്കിൽ ഫ്ലയറോ ഒക്കെ കണ്ടിട്ട് പറയുകയാണ്, ലുക്ക് നോക്കിയിട്ടല്ല ഒരിക്കലും അത് ജഡ്ജ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഒരു നല്ല ഡിസൈൻ എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഗ്രാഫിക് ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് അഡ്വർടൈസിങ് മേഖലയിൽ തന്നെയാണ്. ഈ അഡ്വർടൈസിങ് മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പോസ്റ്റർ, ബ്രോഷർ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻഫോഗ്രാഫിക്സ്, അതുപോലെ തന്നെ അതെല്ലാം ഡിജിറ്റൽ ഫോമിലൊക്കെ ആയിരിക്കും. അപ്പം ഈ അഡ്വർടൈസിങ് കാരണം കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. കാരണം പ്രിന്റ് എടുക്കേണ്ട അവിടെ സംഭവങ്ങളൊന്നുമില്ല. നേരിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ അഡ്വർടൈസിങ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് യുഐ ഡിസൈൻസ് ആയിട്ടുള്ള കാര്യം. അത് യുഐ ഡിസൈൻ, അത് എനിക്ക് തോന്നുന്നു ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് യുഐ യുഎക്സ് എന്ന് പറയുന്നൊരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടി, അതായത് യുഐക്ക് വേണ്ടി, യുഎക്സ് അല്ല ഇവിടെ പറയുന്നത്, യുഐക്ക് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൻ്റെ ലേ ഔട്ട്, ആപ്പിൻ്റെ വെബിൻ്റെ ഡിസൈന്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐക്കൺസ്, മറ്റ് പല ഗ്രാഫിക്സ് എലമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് യുഐ എലമെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് പബ്ലിക്കേഷനാണ്. പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബുക്ക് വരും, ന്യൂസ് ലെറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും, പിന്നെ ന്യൂസ് പേപ്പർ, മാഗസീന്, കാറ്റലോഗ്സ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഈ പബ്ലിക്കേഷനകത്ത് വരുന്നതാണ്. അതും ഒരു ഗ്രാഫിക് ഡിസൈനിൻ്റെ ഭാഗമാണ്. അടുത്തതായി എന്ന് പറയുന്നത് പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിൻ്റെ ടൈറ്റിൽ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാക്കേജ് ഡിസൈനിനകത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ പാക്കേജ് ഡിസൈനെന്നും ഒരു പ്രത്യേക ഏരിയ തന്നെ ഇതിനുണ്ട്. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത് മോഷൻ ഗ്രാഫിക്സ് ആണ്. മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇപ്പോൾ യൂട്യൂബ് തന്നെ എടുക്കുവാണെങ്കിൽ യൂട്യൂബിൻ്റെ ഇൻട്രോ കാര്യങ്ങൾ, പിന്നെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോസൊക്കെ ഇപ്പം മോഷൻ ഗ്രാഫിക്സിലൂടെ യൂസ് ചെയ്യാറുണ്ട്. പല പല സിനിമകളിലും ഇപ്പം മോഷൻ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വിഎഫ്എക്സ് അല്ല, മോഷൻ ഗ്രാഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് തല്ലുമാല എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കൂടുതലും മോഷൻ ഗ്രാഫിക്സ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൂടുതൽ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനകത്ത് തന്നെ വരുന്നതാണ് ഈ മോഷൻ ഗ്രാഫിക്സ് എന്നുള്ളത്. അത് കുറച്ച് ഒരു മോഷൻ, അതായത് 2D മോഷൻ ലെവലിലൊക്കെയാണ് വരുന്നത്. 2D മോഷൻ മാത്രമല്ല 3D മോഷനിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരെന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് ആണ്. അതായത് ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ കോമിക്കോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ട് നമ്മളത് ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇല്ലുസ്ട്രേഷൻസ് എന്ന ഫോമിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഗ്രാഫിക് ഡിസൈനിൻ്റെ ഏരിയാസ്. ഇനിയും കുറച്ചുണ്ട്, നമുക്ക് ഡിവൈഡ് ചെയ്താൽ കുറേ ഉണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെയാണ് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിൻ്റെ ഏരിയ. ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാൻ പ്രധാനമായിട്ടും വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ് എന്നുള്ളത്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ പറയുന്നു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വെറും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമാണ്.
കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുക. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റിവിറ്റി കയറി വരും. ക്രിയേറ്റിവിറ്റി ഒരിക്കലും നമുക്കതൊരു ജന്മസിദ്ധമായി കിട്ടുന്നവരുമുണ്ട്. പക്ഷേ എങ്കിലും എനിക്കങ്ങനെ ജന്മസിദ്ധമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പോസ്റ്റർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, ഈ ടെക്സ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ബേസിക്കലി സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് അതീന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് പിക്സൽ ബേസ്ഡ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇമേജ് എഡിറ്റിങ്ങിനും ഇപ്പോൾ പോസ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്ററൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനും ഒക്കെ ഫോട്ടോഷോപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ടെന്ന് പറയുന്നത് നമ്മൾ വെക്ടർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അഡോബി ഇല്ലുസ്ട്രേറ്റർ ആണ്. ഇതെല്ലാം അഡോബിയുടെ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പം ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് വെക്ടർ ബേസ്ഡ് ആണ്. അപ്പം അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പം വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്ററോ അല്ലെങ്കിൽ ടൈപ്പോഗ്രഫി ഒക്കെ അതിനകത്ത് ചെയ്യാറുണ്ട്. പിന്നെ ലോഗോ ഡിസൈൻ മെയിനായിട്ട് ചെയ്യുന്നതും ഇല്ലുസ്ട്രേറ്ററിലാണ്. ഇതിലൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ എന്നാൽ ഇതിന് പർട്ടിക്കുലർ യൂസ് ഉണ്ട്. ബേസിക്കലി ഇത് വെക്ടർ ആയതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ നമുക്കിത് കിട്ടും. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻഡിസൈൻ എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് കവറൊക്കെ ഡിസൈൻ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇൻഡിസൈന് യൂസ് ചെയ്യാം. പിന്നെ നാലാമതായിട്ട് എന്ന് പറയുന്നത് മോഷൻ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അഡോബി ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതെന്ന് പറയുന്നത് 2D ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 3D അത്യാവശ്യമൊക്കെ ചെയ്യാം. എങ്കിലും കൂടുതൽ ആൾക്കാർ ഇത് ടെക്സ്റ്റ് ടൈപ്പോഗ്രഫിക്കും വേണ്ടിയിട്ടൊക്കെയാണ് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വേറൊരെണ്ണമുണ്ട്. അത് അഡോബി പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. അത് ഗ്രാഫിക് ഡിസൈനിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഭാഗം തന്നെയാണ്. അപ്പം പ്രീമിയർ പ്രോ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ തന്നെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് ഓപ്പൺ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലിനക്സിലൊക്കെ കണ്ടിട്ടുള്ള ജിംബാണ്. ഇപ്പോൾ വിൻഡോസിലും അവൈലബിൾ ആണ്. എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്രിട്ട എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അത് ഒരു ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതും ലിനക്സിൻ്റെ ബേസ് ചെയ്താണ്. അതും ഒരു വെക്ടർ സോഫ്റ്റ്വെയർ ആണ്. നാലാമതായിട്ടെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്രിയേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറന്റ്ലി ഞാനത് യൂസ് ചെയ്യുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പ്രോക്രിയേറ്റ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. പ്രോക്രിയേറ്റിലൂടെയും നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോഷോപ്പിലെ പോലെ അല്ല ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെയും ഫോട്ടോഷോപ്പിൻ്റെ അതേ ഒരു ലെവൽ വരുന്ന മറ്റൊരു ഇതൊന്നും തന്നെ ജിംബും അത് തന്നെയാണ്. ഇനി ഇതൊന്നും കൂടാതെ ഓൺലൈനിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അതിന് ഫോട്ടോപ്പിയ എന്ന് പറഞ്ഞ ഒരു ഒരു സൈറ്റ് ഉണ്ട്. അത് ഫോട്ടോഷോപ്പിൻ്റെ അതേപടി ഒരു ക്ലോൺ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി സോഫ്റ്റ്വെയർ. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ നമുക്ക് കഴിയും. അതൊരു പാടുള്ള ഒരു സംഭവം തന്നെയല്ല. പക്ഷേ അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജും കാര്യങ്ങളും വേണം. അതിന് ആദ്യത്തെ ബേസിക് നോളജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിനെ പൂർണ്ണമായും അറിയുക എന്നുള്ളതാണ്. സോഫ്റ്റ്വെയറിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റിവിറ്റിയും മറ്റ് സ്കില്ലുകളും നമുക്ക് തേടി വരും. അപ്പോൾ അതായത് ഒരു 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 ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു കാര്യത്തിൽ ഒരു 100 തവണ നമ്മൾ ആ കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ സ്പെഷ്യലൈസ് ആകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയറിൽ ഒരു 100 തവണയോ അല്ലെങ്കിൽ ഒരു 200 തവണയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണമായും അത് പഠിച്ചെടുക്കും. ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും എനിക്ക് ഗ്രാഫിക് ഡിസൈൻ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. എനിവേ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ ഗ്രാഫിക് ഡിസൈനറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ള ആൾക്കാരുടെ ഇതിലും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.